വലിയ നിനക്ക് ഫോണിനെ പറ്റി എന്തറിയണം? കണക്കണ ഞാനേ മൊബൈൽ ടെക്നീഷ്യനാ, മൊബൈലിനെ പറ്റി പഠിച്ചവനാ. അത് ഇളക്കി ഊരി അതിന്റെ ഫുള്ള് റൂട്ട് മാപ്പ് വരെ എനിക്കറിയാം. എടാ നമ്മക്കും അറിയടാ സിമ്മൂരി ഇളക്കിയിടാൻ. കുട്ടിയുടെ പേരെന്താ? ಅನ್ನೋದಕ್ಕೆ ಕೇಳಿದ್ರೆ ವಿಳಿക്കാൻ നല്ല രസമുണ്ട്. ನೀವು ಯಾರು? ನೀನು ಏನು ಮಾತಾಡುತ್ತಿರುವೆ? टुंडू मौसी, ജഗ്ഗു ബന്ദർ, एक बंदर, छोटा भीम. ഹിന്ദിയാ? അറബിയ നീ അവനെയും വിളിച്ച ഇപ്പൊ ശരി. ചേട്ടാ നമുക്ക് ഈ കുട്ടി ഇഷ്ടമെന്നുള്ളത് ഒന്ന് ഹിന്ദി പറഞ്ഞോട്ടെ. ചേച്ചി ഇവർക്ക് ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണ്. 3 മാസമായിട്ട് പിറകെ നടക്കാന്നും കൂടെ പറ. 3 മാസമായിട്ട് ചേച്ചിയുടെ പിറകെ നടക്കുകയാണ്. അല്ല ഇത് മലയാളം ഇല്ലേ? ശരിയാണല്ലോ. ഇവൻ കേരളത്തിൽ ജനിച്ച് ഏതാണ്ട് ബംഗാളിലാ. എങ്ങനെ പരാതി പറയാതിരിക്കും? സാറി 5 കണ്ണുള്ള സാമാനം എടുത്ത് പോക്കറ്റ് ഇട്ടോണ്ടും കോള് വരുമ്പോ ഇറങ്ങി വെളിയിപ്പോ അവരിതൊന്നും കാണില്ലേ, പിന്നെ പരാതി അറിയില്ലേ? എന്നിട്ട് അവര് പരാതി പറഞ്ഞെന്ന് വന്ന് നമ്മളടുത്ത് പറഞ്ഞ് കാണാക്കോണ. സാറ് പറയുന്നതല്ല ചെയ്യുന്നതല്ല പറയുന്നതും ചെയ്യുന്നതും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. നന്നായിട്ട് വിടോ. സോറി സാർ, എന്റെ മാസ്റ്റർ പ്രഷൻ കൊണ്ട് പറഞ്ഞതാ. ഫസ്റ്റ് പ്രഷൻ കൊണ്ട് പറഞ്ഞതാ സാർ. കുറച്ച് എരിവ് കൂടുതലാണ്. അയ്യ അതൊന്നും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. അതെ, ഓക്കെ. കോപ്പ് മൂത്രം ഒഴിക്കാൻ മുട്ടുന്നു. കൈ മൊത്തം എരിവാണ്, ഇപ്പൊ ഒഴിക്കാൻ പോയാ തീർന്ന്. ഇത് പിടിക്കാൻ അസിസ്റ്റന്റ് ഒന്നും ഇല്ലേ? ഇല്ല, ഞാൻ തന്നെ പിടിച്ചൊഴിക്കണേ. എടാ ഞാൻ നിന്റെ അച്ഛനല്ലേടാ, അതിന്റെ വിലയെങ്കിലും എനിക്ക് താടാ. അച്ഛൻ ഒരു കാര്യം ചെയ്യും, ഞാൻ ഒരു ത്രാസും കൊണ്ട് ഇങ്ങോട്ട് വരാം. അച്ഛൻ എന്റെ അകത്ത് കയറിയിരിക്കും, തൂക്കം നോക്കിട്ട് മാന്യായിട്ടുള്ള വില ഞാൻ തരാം. എന്തിനു പറയണം? അമ്മ എനിക്ക് കാത്തിരിക്കാൻ സമയമൊന്നുമില്ല. എന്തിന്റെ സാധനം വേണമെന്ന് പെട്ടെന്ന് എഴുതിക്കാൻ. അമ്മേ നാരായണ ദേവി നാരായണ എഴുതിക്കോളെ. ഇനി നമുക്ക് 2 പോത്തുകൾ വാങ്ങിച്ചാലാ? ഇനി എന്തിനാ എക്സ്ട്രാ പോത്തുകൾ വാങ്ങിക്കണം? 2 കൂടെ നിൽക്കല്ലേ? അതേത് പോത്തുകൾ? നിക്കണേ. എടി ഞാൻ പറഞ്ഞ നമുക്ക് ഉപകാരപ്പെടുന്ന പോത്തുകളെ പറ്റിയാണ്. അച്ഛാ നമുക്ക് തിയേറ്ററിൽ പോയി ഒരു സിനിമ കണ്ടാല? സിനിമ പിന്നെ തിയേറ്ററിൽ പലചരക്കടകളാ കാണാൻ പോണ. നമുക്ക് മമ്മൂക്കയുടെ കാതൽ സിനിമ പോയി കാണാൻ പറ്റുമല്ല. സിനിമ ഇങ്ങോട്ട് വരൂലല്ല. ദൈവം ഭൂമിയിൽ ഒരേ ഒരു ഇന്റലിജന്റ് വർഗത്തിനെ സൃഷ്ടിച്ചു, മനുഷ്യൻ. തന്റെ ബുദ്ധിശക്തിയാൽ പലതും കീഴടക്കാൻ സാധിക്കുന്നവനെ ഉണ്ടാക്കി മനുഷ്യൻ. താൻ ജീവിച്ചിരിക്കുന്ന ചുറ്റുപാടിന് ആരുടെയും സഹായമില്ലാതെ പഠിക്കാൻ കഴിവുള്ളവൻ മനുഷ്യൻ. എന്നിട്ട് മനുഷ്യൻ ഭൂമിയിൽ ഇറങ്ങിട്ട് കാണിക്കുന്നതോ തല്ലിയാലും തവളച്ചി. എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടല്ലേ ഈ ലവിനെ ഒക്കെ പറ്റി ഇത്ര വിവരം. അതിപ്പോ സുനാമിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് സുനാമി കയറേണ്ട ആവശ്യമില്ല.